റിപ്പോർട്ടർ റെഡിയാണ്. നമുക്ക് ആ സർപ്രൈസിലേക്ക് പോകാം. സർപ്രൈസ് എത്തിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ സന്ദീപ് രാജാക്കാടും എത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം സർപ്രൈസിലേക്ക് പോവാം അല്ലേ? ഓക്കെ, സർപ്രൈസ് അറിഞ്ഞിട്ട് മതി ബാക്കി. അതൊക്കെ അത്രേ ഉള്ളൂ. സന്ദീപ് രാജാക്കാട് പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ഞങ്ങൾ ഒരു സർപ്രൈസ് സന്ദീപിന് വേണ്ടി തരാം. അതാരാണ് വരുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് ഉദിച്ചുയർന്ന ഒരു താരകം ഇതാ വെളുത്ത കാറിൽ വന്നിറങ്ങുന്നു. കടും നീല ഷർട്ട് വിട്ട് നമ്മുടെ സ്വന്തം ഞെരളത്ത് ഹരിഗോവിന്ദൻ. സ്വാഗതം, നമസ്കാരം. എന്റെ കളർ കൂടി പറയായിരുന്നില്ലേ? അപ്പോ ഇടയ്ക്ക് എന്നാൽ ഞെരളത്താണ്. ഞെരളത്ത് ഹരിഗോവിന്ദനെ കുറിച്ച് അധികം ആമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇതാ നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഇതിനു മുമ്പ് തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണ്. അപ്പൊ നമുക്ക് സൗമ്യമായി അല്ലേ, നമുക്ക് ഒരു എന്ത് കാര്യത്തിനും ഒരു ശുഭാരംഭം കുറയ്ക്കാൻ അതിന് ഇടയ്ക്കേക്കാൾ നല്ലൊരു വാദ്യമില്ല. അപ്പൊ ഐശ്വര്യമായിട്ട് തുടങ്ങുമല്ലേ? പിന്നെ ഇതിപ്പോൾ പത്മനാഭൻ്റെ മണ്ണായതുകൊണ്ട് ഭക്തിയും വേണം വിഭക്തിയും വേണം, രണ്ടും വേണമല്ലോ. അപ്പം എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്താണോ പാടാന്ന് വെച്ചാൽ അതങ്ങ് പാടാം. ഞാൻ പ്ലാൻഡ് അല്ല ഒന്നും. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ 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 വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റുപാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവു പോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മെയ് ചൂടിലടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം ഒരു പാട്ടു വീണ്ടും പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ഒരു പാട്ടു വീണ്ടും പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. സൂപ്പർ.
നമുക്ക് ആ ഒരു പ്രഭാതത്തിന്റെ ഒരു പ്രസരിപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഇടയ്ക്കയുടെ ശബ്ദത്തോടൊപ്പമുള്ള മനോഹരമായിട്ടുള്ള സുഗതകുമാരി ടീച്ചറുടെ കവിതയാണ്. തിരുവനന്തപുരത്തായതുകൊണ്ട് ടീച്ചറെയാണ് ഓർമ്മ വന്നത്. അതെ, ടീച്ചറെ ഓർക്കാതെ അല്ലേ, പ്രകൃതി പോലും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഈ കലോത്സവം ഏറ്റവും ഗംഭീരമാക്കാൻ പ്രകൃതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മരങ്ങളാൽ ചുറ്റപ്പെട്ട് നിന്നിരുന്ന ഒരിടമാണ്. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ? തിരുവനന്തപുരത്താണ് ഫസ്റ്റ് പെർഫോമൻസ്. ഇടയ്ക്കയുടെ കുറ്റി വരെ മരം മുറിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരുപാട് കഥകൾ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഒപ്പം നമ്മുടെ ടീം ഫുൾ പവറിലാണ് അല്ലേ അരുൺ? തീർച്ചയായിട്ടും ഡബിൾ സ്ട്രോങ് ആണ്. റിനു, അപ്പോൾ ഡബിൾ സ്ട്രോങ് ആയിട്ട് പോകുന്നതിനിടയിൽ നമുക്കൊരു ഡബിൾ സ്ട്രോങ് ചായ കുടിക്കാൻ ഒരു ചെറിയ ഇടവേള എടുത്താലോ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്കൊപ്പം ഞെരളത്ത് ഹരിഗോവിന്ദൻ, നമ്മുടെ എൻറ്റയർ ടീം റിപ്പോർട്ടർ തയ്യാറാണ്. എല്ലാവരും റെഡിയാണ്. അപ്പോൾ ഇവിടെ തന്നെ കൂടിക്കോളൂ. ഇനി അങ്ങോട്ട് നമ്മൾ ഈ കലോത്സവത്തിനൊപ്പം ചേർന്ന് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. റിപ്പോർട്ടിംഗ് അല്ല, ഇവിടെ കലോത്സവമാണ് നടക്കാൻ പോകുന്നത്.